വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ റിഷാൽ 3.0. ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾ കളിക്കുക, ഞാൻ മിനി വേൾഡാണ് ഇപ്പോൾ കളിക്കുന്നത്. ഇപ്പോൾ ഞാൻ മിനി വേൾഡ് കളിക്കാമെന്ന് വിചാരിച്ചത് മറ്റേ ഗെയിമെല്ലാം നല്ലോണം ലാഗാകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഗെയിം അങ്ങനെയല്ല, അങ്ങനെ ലാഗൊന്നുമില്ല. ഞാൻ ഈ വീഡിയോ ഒന്ന് കണ്ടോക്കിക്ക്, ഇവിടെ അങ്ങനെ ലാഗൊന്നുമില്ല. നമ്മളിന്ന് അലക്സായിട്ടാണ് കളിക്കാൻ പോകുന്നത്. നമുക്ക് ക്രിയേറ്റീവ് ഒന്നും വേണ്ട, നമുക്ക് സർവൈവ് തുടങ്ങാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സർവൈവ് ഇനി അങ്ങോട്ട് മൊത്തം മിനി വേൾഡിൻ്റെ വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തേനോ സ്റ്റിക്മാൻ ഡ്രോപ്പ് ഹീറോൻ്റെ അതിൻ്റെ എല്ലാ വീഡിയോ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യും. ഓക്കെ, ഞാൻ ക്രിയേറ്റ് വേൾഡ് ഞെക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മിനി വേൾഡ് തന്നെ വേണമെന്ന് നിങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അതിനാണ് കമൻറ്റ് ബോക്സ്. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഞെക്കി ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എപ്പോൾ കിട്ടുന്ന അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ, ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്ന അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ ആദ്യം തന്നെ എന്താ പറയുക, ഈ വുഡാണ് നോക്കുന്നത്. വുഡ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 4, 5, 6, 7. പിന്നെ ഈ വീഡിയോ ഇതുവരെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ ആദ്യം തന്നെ നമുക്ക് എൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടവർക്കറിയാം. ഞാൻ ഈ ഫസ്റ്റ് വീഡിയോ തന്നെ മിനി വേൾഡാണ് ചെയ്തത്. മിനി വേൾഡിന് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മിനി വേൾഡ് ചെയ്യാൻ വിചാരിച്ചത്. ഓക്കെ, നമുക്ക് ആദ്യം കുറച്ച് പിക്കാക്സ് അതൊക്കെ ഉണ്ടാക്കാം. പിക്കാക്സ്, സോഡ്. ഓക്കെ, പിക്കാക്സും സോഡും ഉണ്ട്. പിന്നീട് വുഡൻ ആക്സ്. ഓക്കെ, വുഡൻ ആക്സും നമ്മൾ ഉണ്ടാക്കി. പിന്നെ നമ്മൾ വുഡൻ ഷോവൽ എന്നാണ് ഇതിൻ്റെ പേര്, അത് നമ്മൾ ഉണ്ടാക്കി. ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഗുഹ പോലെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് സ്റ്റോൺ കിട്ടുമോ നോക്കണം. ഓക്കെ, സ്റ്റോൺ കിട്ടിയാൽ എന്താണ്, ഇത് ഗുഹയല്ലേ? ഗുഹയല്ല ഗൈസ്, പണി കിട്ടി. ഗുഹയല്ല, ഇവിടെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഗുഹ ഉണ്ട്. അയാണ് ഗൈസ്, ഇവിടെ അയാണുണ്ട്. പൊളിക്കും. അയാണുണ്ട്. ഈ അയാണ് വുഡൻ പിക്കാക്സ് എടുത്ത് പൊട്ടിക്കാനാവില്ല. അങ്ങനെ പൊട്ടിച്ചാൽ വെറുതെ പോകും, അത് നമുക്ക് കിട്ടില്ല. അയൺ നമുക്ക് കിട്ടില്ല. അങ്ങനെ ചിലത് പ്രശ്നം ഉണ്ടാവും. ഞാൻ ഇതുവരെ നോക്കിയില്ല, കാരണം ഇപ്പോൾ ഞാൻ ഈ ക്രിയേറ്റീവ് കളിക്കുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഞാൻ സർവൈവ് കളിക്കുന്ന നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നിട്ട് അത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാകും, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ഞാൻ ഈ ലേശം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കുക. പിന്നെ ആദ്യം തന്നെ പിക്കാക്സ് ഞാൻ ഉണ്ടാക്കിയാലൊക്കെ മതി. അവള് പൊട്ടിക്കാണ്. പിക്കാക്സ് കൊണ്ടാണ് കുറച്ചും കൂടി എളുപ്പം. ഒക്കെ ഇവിടെ കുറേ ഉണ്ട്, നമുക്ക് എന്തായാലും പൊട്ടിക്കാം. എൻ്റെ പാർട്ട് 2, പാർട്ട് 3 വേണ്ടവരും കമൻറ്റ് ചെയ്യുക. അല്ലാതെ സ്റ്റിക്മാനോ മറ്റേ ഗെയിമെല്ലാം വേണ്ടവർ കണക്ട് ചെയ്യും. ഇവിടെ അടിയിലൊരു വഴിയുണ്ടല്ലോ, അതോ പോണ്ട, പ്രശ്നമാവാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് മുകളിൽ കുറച്ച് കോയിലുണ്ട്. കോയിലിൻ്റെ പേര് കാരണം ഓക്കെ പാക്ക് ചെയ്ത് കൊണ്ടില്ല. ഓക്കെ ഗൈസ്, നമ്മളിതിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അയൺ എത്ര കിട്ടി നോക്കാം. അയൺ 7 കിട്ടിയിട്ടുണ്ട്. 7 അയൺ സെറ്റ്. നമുക്ക് ഇവിടുന്ന് എത്ര എണ്ണം കിട്ടും നോക്കാം. 2 കൂടി ഉണ്ട്. വാട്ട് ഈസ് ദിസ്? എന്തൊരു പരസ്യം വന്നാണ് ഗൈസ്, ഒരു പരസ്യം വരാൻ കിട്ടിയ നേരം ഞാൻ പോസടിച്ചാണെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ട എന്തായാലും വേറെ വഴിയുണ്ടല്ലോ, അതിലോട്ടൊന്നും പോകണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ
ക്രാഫ്റ്റിംഗ് ടേബിളിലൂടെ അവിടെ നമുക്ക് കുറച്ചും കൂടി സ്റ്റോൺ ഒട്ടിക്കണം. അത് പൊട്ടിച്ചിട്ട് കാണാം. പൊട്ടിച്ചിട്ട് നമുക്ക് ഫർണസ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഈ അയണ് ഉരുക്കിയെടുത്താൽ നമുക്ക് കിട്ടും. അങ്ങനെ ഉരുക്കിയെടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അയൺ സോഡെല്ലാം. ഇനി കുറേ സ്റ്റോൺ പൊട്ടിച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മളായിട്ട് ഇപ്പോൾ ഏകദേശം 31 സ്റ്റോൺ ഉണ്ട്. നമുക്ക് ഇതിനെ കൊണ്ടൊരു ഫർണസ് ഉണ്ടാക്കാം. ഓക്കെ, ഫർണസ് ക്രാഫ്റ്റ് ചെയ്ത് ഇനി നമുക്ക് ഫർണസ് എടുത്ത് തൽക്കാലത്തേക്ക് ഇവിടെ വെക്കാം. നമ്മൾ വേറെ വീടൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. നമുക്ക് ഒരു നാലെണ്ണം വെക്കാം. നാലെണ്ണം വെച്ച് ലെവണ്ട ഫുള്ളും വെക്കാം. നമുക്ക് 12 എണ്ണം ഉണ്ട് ഗൈസ്. ഓക്കെ, അതവിടെ ക്രാഫ്റ്റ് ആവും. നമ്മളിന്ന് അലക്സായിട്ടാണ് കളിക്കുന്നത്, അതൊരു മറക്കണ്ട. ഇനി ഇതുകൊണ്ട് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് മുകളിൽ നിന്ന് കുറേ വുഡ് എടുക്കണം. അവിടെ ഉണ്ട്, അതവിടെ റെഡി ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വുഡെല്ലാം എടുക്കാം. ഈ സീൻ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും സ്കിപ്പ് അടിച്ചളിയാ. കാരണം നിങ്ങൾക്ക് ഇതൊക്കെ കാണണമെന്ന് വിചാരിച്ചാണ് ഞാൻ പോസ് അടിക്കാത്തത്. അല്ലേ ഞാൻ പോസ് അടിക്കുന്നു. നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ താല്പര്യമുള്ളവർ സ്കിപ്പ് അടിക്കാണ്ട് കാണാം. ഇല്ലെങ്കിൽ സ്കിപ്പ് അടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, നമ്മളിങ്ങനെ പൊട്ടിച്ച് പോവുകയാണ്. അവിടെ എത്തൂല, ഇത്ര മുകളിലെത്തി. നമുക്കിനി ബാക്കിയുള്ളതുകൊണ്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് വുഡ് ഉണ്ടാക്കിയിട്ട് കാണാം. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 9 എണ്ണം ഇത്ര വേഗമായിട്ടുണ്ട്. നമുക്ക് ഇനിയും വുഡ് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ കുറേ വുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മളിനി സ്റ്റോണിൻ്റെ സോഡൊന്നും എടുക്കുന്നില്ല. കാരണം ഇവിടെ ഇതിപ്പോൾ സെറ്റാവും. സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ കൊണ്ട് അയൺ സോഡ്, അയൺ പിക്കാക്സ്, അയൺ ഷവല്, അയൺ മറ്റേതെല്ലാം ഉണ്ടാക്കും. ഓക്കെ, നമുക്കത് ഉണ്ടാക്കാം. അയൺ ബ്ലോക്ക് നോക്കണ്ട. നമുക്ക് ആദ്യം തന്നെ അയണ്ട്, പിന്നെ ഇത് വേണം. പിന്നെ വേറെ എന്തെല്ലാം നമ്മളത് ഇതുണ്ട്. ഇനി കണക്കൂ. ഓക്കെ, ഇത് 3 എണ്ണം ഉണ്ട്. ഷവലില്ല. പിന്നെ ഷവൽ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തു. പിന്നെ നമ്മളെ കൊത്തുന്ന സാധനം എവിടെ? നമ്മളെ തീർന്നില്ല. ഹലോ, സ്റ്റിക്ക് തീർന്നു പോയി. ഓക്കെ, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് വീടുണ്ടാക്കണം. ചിലത് ഞാൻ പകുതിക്ക് വെച്ച് നിർത്തും കേട്ടോ. കാരണം ഒരു 10 മിനിറ്റാണ് ഞാനെപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇത് വീഡിയോ നിർത്തലുണ്ട്. ചിലപ്പോൾ ഞാൻ ഈ ഒരു വീടായിട്ട് ഉണ്ടാക്കുന്ന പകുതിക്ക് 10 മിനിറ്റ് ആക്കിയിട്ട് ഞാൻ അന്നേരം തന്നെ നിർത്തുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഞാൻ വീടൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരും. എന്നാൽ ഇവിടെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.